السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എല്ലാവിധ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലിഉതമ്മിമ, പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്, മകാരിമൽ അഖ്ലാഖ്, എല്ലാ നല്ല സ്വഭാവങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖാദിമായി, നബിയുടെ സേവകനായി നബിയുടെ കൂടെ കഴിച്ചുകൂട്ടി. 10 സിനീൻ, 10 വർഷങ്ങൾ. ഫമാ ഖാല ലി ഉഫിൻ ഖത്തു. ഈ 10 കൊല്ലത്തിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും ഉഫ്, ഛേ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ സനഅതുഹു ലിമ സനഅത. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് നബി എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ തറക്തുഹു ലിമ തറക്ത. ഞാനൊരു കാര്യം ചെയ്യാതിരുന്നതിന് നീ എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് നബി എന്നോട് ചോദിച്ചിട്ടില്ല. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിനുടമയായിരുന്നു. ഇത് പറയുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, നബിയുടെ ജോലിക്കാരനായി 10 വർഷം നബിയുടെ കൂടെ കഴിഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അല്ലാഹു അക്ബർ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, 10 കൊല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ റസൂലിനെ കുറിച്ച് റബ്ബ് പറഞ്ഞത് എത്ര സത്യമാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, അങ്ങ് അദീമായ, ഏറെ മഹത്തരമായ സ്വഭാവത്തിനുടമയാണ്. അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ, അവൻ്റെ റഹ്മത്തിനാൽ നബി അങ്ങനെ ആക്കിയതാണ്. റബ്ബ് പറഞ്ഞതുപോലെ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ കാരുണ്യം ഒന്നുകൊണ്ടാണ്, ലിൻത ലഹും, നബിയെ അങ്ങ് അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക്. നബിയെ, അങ്ങൊരു കഠിനഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ അവരെല്ലാം താങ്കളെ വിട്ട് പോയേനെ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അതുകൊണ്ട് നബി അവർക്ക് മാപ്പ് നൽകുക, അവരോട് കൂടിയാലോചനകൾ നടത്തുക, അവർക്ക് വേണ്ടി പാപമോചനം തേടുക, കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുൽ ഭരമേൽപ്പിൽ ചേക്കുക, അള്ളാഹു അവനിൽ തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറത്തു ആലു ഇമ്രാനിലെ
ഈ ആയത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആ ആയത്തിൻ്റെ പശ്ചാത്തലം അത് വന്നിട്ടുള്ളത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയിലാണ്. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്കിടയിലാണ്. കാരണം ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട നബിയുടെ പിതൃ സഹോദരൻ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. 70 സഹാബിമാർ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടി, നബിയുടെ മുഖത്ത് പരിക്കേറ്റു. ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണുപോയി. ആ യുദ്ധം ഈ രൂപത്തിൽ കലാശിക്കാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമുകളിൽ നിർത്തിയ 50 അമ്പെയ്ത്തുകാർ അവരുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശം അവഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ കൽപ്പന അത് തെറ്റിദ്ധരിച്ച് യുദ്ധം തീർന്നല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തെറ്റിദ്ധരിച്ച് അവർ താഴെ വന്നതുകൊണ്ടാണ്, ഒരു അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിലാണ്. അതിനു മുമ്പ് ഉഹദ് തുടങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, എന്ത്? അവരിങ്ങോട്ട് കയറട്ടെ, മദീനയിലേക്ക് കയറട്ടെ. മദീന അവർക്ക് കയറിക്കഴിഞ്ഞാൽ അവർക്ക് പിടുത്തം കിട്ടുകയില്ല, ഇടവഴികളും മറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും മറ്റും നമുക്കവരെ ആക്രമിക്കാം. പക്ഷേ സഹാബത്തിൽ ചിലർ ബദറിൽ പങ്കെടുക്കാതിരുന്ന, അതിൻ്റെ ആവേശവും മറ്റും ബാക്കിയുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, നബിയെ അവരിങ്ങോട്ട് കയറാൻ അനുവദിക്കണ്ട, അങ്ങോട്ട് പുറത്തു വെച്ചവരെ നേരിടാം, അതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു. പക്ഷെ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരി എന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി പടയങ്കി അണിഞ്ഞു, പുറത്തേക്ക് വന്നു. അപ്പോൾ ആളുകൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം തിരുത്തിച്ചവർക്ക് ഖേദം തോന്നി. അവർ പറഞ്ഞു, നമ്മൾ നിർബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം മാറ്റിയതാണ്, നമുക്ക് നബിയോട് പറഞ്ഞാലോ മതി, നബിയുടെ അഭിപ്രായം തന്നെ സ്വീകരിക്കാം, പുറത്തു വേണ്ട, ഉള്ളിൽ വരട്ടെ, അപ്പം അവരെ എളുപ്പത്തിൽ നേരിടാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയങ്കി അണിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, നബിയെ നമ്മൾ പറഞ്ഞത് വേണ്ട, അങ്ങ് പറഞ്ഞത് തന്നെ മതി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബി പടച്ചട്ട അണിഞ്ഞാൽ പിന്നെ പിന്തിരിയുകയില്ല, അതുകൊണ്ട് ഇനി നേരിടാൻ പുറത്ത് തന്നെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്കും യോജിക്കാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ട് പരാജയവുമുണ്ടായി. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ആയത്തുകൾക്കിടയിൽ നബിയോട് പറയുകയാണ്, ഫഅഫു അൻഹും, നബിയെ മാപ്പാക്കിയേക്കുക, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക, വശാവിർഹും ഫിൽ അംർ, അവരുമായി കൂടിയാലോചന നടത്തുക, ഇനിയും അവരുമായി കൂടിയാലോചനകൾ നടത്തുക. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹു അവനിൽ തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സ്വഭാവം ഇനി നിനക്ക് പഠിപ്പിച്ചു തരാൻ സഹോദര ഒരാളുമില്ല. നിന്റെ പേഴ്സണാലിറ്റി എങ്ങനെ നന്നാക്കാം, എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാം എന്നൊക്കെ പറഞ്ഞ് പലതരം കോഴ്സുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവരുണ്ടല്ലോ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിജ്ഞാനത്തിലില്ലാത്ത ഒരു സ്വഭാവവും ഒരാൾക്കും നിനക്ക് പഠിപ്പിച്ചു തരാൻ സാധ്യമല്ല. അങ്ങനെ വല്ലതും നല്ല എന്തെങ്കിലും ഉപദേശവും വാക്കും പ്രയോജനപ്രദമായ വല്ല വാക്കും നീ മറ്റുള്ള ഏതെങ്കിലും വിജ്ഞാനീയത്തിൽ നിന്ന് നിനക്ക് കിട്ടിയോ, മുസ്ലിമീങ്ങളല്ലാത്ത വല്ല മറ്റാരെങ്കിലും പറഞ്ഞു തന്നോ, നിനക്ക് കാണാം സമാനമായത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് അള്ളാഹുവിൻ്റെ കിതാബിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സ്വഭാവവും വ്യക്തിത്വവും നന്നാക്കാൻ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മുൻഗാമികളുടെ വഴിയിലേക്കും തിരിച്ചു പോകലല്ലാതെ അതിനോളം ഫലപ്രദമായ വേറൊരു വഴിയില്ല. ഇന്നത്തെ ഈ മജ്ലിസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഹദീസുകൾ ആണ് നമ്മൾ വിശദീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഇരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദീൻ പറഞ്ഞു തരുന്ന ആളുകളോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസും അതുപോലെ ദീനിൻ്റെ സ്വഭാവ പാഠങ്ങളുമെല്ലാം തികഞ്ഞിട്ടാണ് ഈ വന്നിരിക്കുന്നത് എന്ന് അവകാശപ്പെടുത്തവരല്ല.
മറിച്ച് അങ്ങനെ അവകാശപ്പെടാൻ നമ്മിൽ ബഹുഭൂരിഭാഗം പേർക്കും സാധ്യവുമല്ല. എന്നാൽ നമ്മൾ മുജാഹദത്തു നഫ്സിലാണ്, അഥവാ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് മരണം വരേക്കും. എത്ര കാലം നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു നന്മ സ്വീകരിക്കാൻ പരിശ്രമിക്കുന്നുവോ നിങ്ങൾ ഖൈറിലാണ്. എത്ര കാലം അത് സാധിച്ചില്ല എങ്കിലും പ്രിയമുള്ളവരെ, അത് അവസാനിപ്പിക്കരുത്. മുൻഗാമികളിൽ ചിലർ പറയുകയുണ്ടായി, ഏതൊരാളുടെ പക്കലും അയാളുടെ തിന്മകളെക്കുറിച്ച്, അയാൾക്കുള്ള വീക്ക് പോയിന്റുകൾ ഉണ്ടല്ലോ, അയാൾക്ക് പാളിച്ച പറ്റുന്ന ഇടങ്ങൾ, അതേക്കുറിച്ചൊരു പട്ടിക ഏതൊരാളുടെയും കയ്യിലുണ്ടാകണം, അവനവനെക്കുറിച്ച്. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ സംസാരം നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഞാൻ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാലങ്ങളായി, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. സലഫുകളിൽ മറ്റു ചിലർ പറഞ്ഞു, 20 വർഷങ്ങളായി ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നേ വരെ എനിക്കതിന് സാധിച്ചിട്ടില്ല, പക്ഷെ ആ പരിശ്രമം ഞാൻ നിർത്തുകയില്ല. എന്നതുപോലെയാണ് പ്രിയമുള്ള കുട്ടികളെ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകൾ ഇത് ഇന്ന് പഠിച്ചു പോയാൽ പുനഃപരിശോധിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ എവിടെ നിൽക്കുന്നു, കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും ഒരു മാറ്റവും കാണുന്നില്ല, ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു മാറ്റവും കാണുന്നില്ല എങ്കിലും നിരാശരാകരുത്. വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ പരിശ്രമിക്കുന്നത് ഖൈറാണ്. അള്ളാഹു പറഞ്ഞു, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിൽ പരിശ്രമിക്കുന്നവരാരോ നന്മയുടെ നമ്മിലേക്കുള്ള വഴിയിലേക്ക് നാം അവർക്ക് ഹിദായത്ത് നൽകും. നന്മ നേടിയെടുക്കാനുള്ള പരിശ്രമം, അത് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല പരിശ്രമമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സൽ സ്വഭാവവും നല്ല പെരുമാറ്റവും എല്ലാം നമ്മൾ വേണം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സൽ സ്വഭാവം വെച്ചു പുലർത്തുന്നതും അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസമില്ലാത്തവൻ സൽ സ്വഭാവം വെച്ചു പുലർത്തുന്നതും രണ്ടും ഒരുപോലെയല്ല. ഒരു മുസ്ലിം അത് ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. അവൻ ആളുകളോട് പ്രസന്നമായ മുഖത്തോടെ അവരഭിമുഖീകരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ അത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശത്തോടെയല്ല. അവൻ ചെയ്യുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയായിരിക്കും, അതല്ലെങ്കിൽ ആളുകളുടെ ഒരു ജനപിന്തുണ അവന് കിട്ടാൻ വേണ്ടിയായിരിക്കും. എന്നാൽ അതല്ല ഒരു മുഅ്മിനിൻ്റെ ലക്ഷ്യം. ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അതിനുവേണ്ടിയാണ് അവൻ സൽ സ്വഭാവത്തിൽ വർത്തിക്കുന്നത്. അത് വളരെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ പ്രിയമുള്ളവരെ, പിഴച്ച കക്ഷികളോ ബലാലത്തിൻ്റെ വക്താക്കളോ കുഫറിൻ്റെ, ബിദ്അത്തിൻ്റെ, വഴികെട്ട മാർഗങ്ങളുടെ ആളുകളോ ജനങ്ങളോട് തേനൊലിപ്പിച്ചുകൊണ്ട് പെരുമാറുന്നുണ്ട് എങ്കിൽ അത് അവരുടെ അഖീദയെ, അവരുടെ വിശ്വാസത്തെ നല്ലതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അവരുടെ ഉള്ള് നന്നാവുകയില്ല. കാരണം അവരുടെ അടിത്തറ തകർന്നു പോയിരിക്കുന്നു. അങ്ങനെ ഉള്ളവരെ ഒരു പക്ഷേ പിശാച് ഇക്കാര്യത്തിൽ ഉപേക്ഷിച്ച് കളയും. എന്ന് മാത്രമല്ല, അവരെ കൊണ്ട് ആളുകൾ കുഫറിലേക്ക്, ബിദ്അത്തിലേക്കൊക്കെ അടുക്കാൻ കാരണമായേക്കും. തൗഹീദുള്ള, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന, ദീനിലില്ലാത്ത പുത്തൻ കാര്യങ്ങൾ, ബിദ്അത്തുകൾ, അതിനൊക്കെ അകറ്റി നിർത്തുന്ന ആളുകളെ ഒരുപക്ഷെ പിശാച് അവരുടെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടിക്കാൻ കൂടുതൽ പരിശ്രമിച്ചേക്കും. എന്തുകൊണ്ട്? കാരണം അവരെ ജനങ്ങളിൽ നിന്ന് അകറ്റാൻ, ജനങ്ങളെ അവരിൽ നിന്ന് അകറ്റാൻ അതിനുവേണ്ടി ശൈത്താൻ പരിശ്രമിച്ചേക്കും. അതുകൊണ്ട് നന്മയുടെ ആളുകൾ ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്ഥിരപ്പെട്ട സനദോടെ റിവായത്ത് ചെയ്യപ്പെട്ട ഒരു ഹദീസിലെ ദുആ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അല്ലാഹുവേ അഹ്സൻത ഖൽഖി, നീ എൻ്റെ ഖൽഖ്, എൻ്റെ പടപ്പ്, എൻ്റെ രൂപം നന്നാക്കിയിരിക്കുന്നു. ഫഅഹ്സിൻ ഖുലുഖി, അതുകൊണ്ട് റബ്ബേ നീ എൻ്റെ സ്വഭാവം നന്നാക്കണമേ. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഖൽഖ് എന്നാൽ ഒരാളുടെ രൂപഘടന, ഒരാളുടെ സൃഷ്ടിപ്പ്. ഖുലുഖ് എന്താണ്? സ്വഭാവമാണ്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ദുആ. ചില ദുആഇൻ്റെ ഒക്കെ പഴയ കാലത്തൊക്കെ ഇറങ്ങിയ പുസ്തകങ്ങളിൽ കണ്ണാടി നോക്കുമ്പോൾ ഈ ദുആ ചൊല്ലാനായി
വന്നിട്ടുണ്ട്. പക്ഷെ ആ രൂപത്തിൽ വന്ന ഹദീസ് സഹീഹല്ല. കണ്ണാടി ഒരാൾ നോക്കിയാൽ ഒരു പ്രത്യേക ദുആ ഇല്ല, മറിച്ച് ഏത് സമയത്തും ചൊല്ലാവുന്ന സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദുആ ആണിത്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഞാൻ എന്തിനാണ് പറഞ്ഞത്? അള്ളാഹുവിനോട് ഇക്കാര്യത്തിൽ ഏറ്റവും നന്നായി ദുആ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ പോരായ്മകൾ എവിടെയാണ് എന്നത് നമുക്ക് നന്നായി അറിയാം. അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അൽ മർഉ അദ്റാ ബിനഫ്സിഹി. ഒരു മനുഷ്യന് അവനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം, അവനാണ് ഏറ്റവും നന്നായി അവനെക്കുറിച്ച് അറിയുന്നത്. അഹ്ലു മക്ക അദ്റാ ബിശിആബിഹ. മക്കക്കാർക്കാണ് മക്കയിലെ താഴ്വാരങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുക എന്നതുപോലെ അവനവൻ്റെ പാളിച്ച എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും നന്നായി അറിയാം. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റാറുള്ളത്, ആ ഭാഗം ശരിപ്പെടുത്താൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും അതിന് സഹായിക്കുമാറാകട്ടെ. 4 ഹദീസുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. സൽ സ്വഭാവത്തിൻ്റെ ആകത്തുക ഈ 4 ഹദീസുകളിലുണ്ട്. ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുന്നത്, ഫലിയഖുൽ ഖൈറൻ, എങ്കിൽ അവൻ നല്ലത് പറയട്ടെ, ഔ അല്ലെങ്കിൽ ലിയസ്മുത്, എന്താണ് അർത്ഥം? മിണ്ടാതിരിക്കട്ടെ. ഇത് ഒരാൾക്ക് സാധിക്കണമെങ്കിൽ ഒരാൾ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കണം, എന്നാലേ ഇത് സാധിക്കുള്ളൂ. ഒരു കാര്യം പറയുന്നതിന് മുൻപ് ആലോചിക്കണം, എങ്കിലേ ഒരാൾക്ക് ഇത് സാധിക്കുകയുള്ളൂ. ഖൈറാണെങ്കിൽ പറയുക, ഷർറാണെങ്കിൽ പറയാതിരിക്കുക. ഖൈറാണെങ്കിൽ പറഞ്ഞ് പ്രതിഫലം കിട്ടി, ഷർറാണെങ്കിൽ പറയാതെ രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാല ഫഗനിം ഔ സകത ഫസലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, ഖാല ഫഗനിം, സംസാരിച്ചപ്പോൾ അവൻ ലാഭം നേടി, മിണ്ടാതിരുന്നപ്പോൾ അവൻ സുരക്ഷിതനായി. സംസാരിച്ച് പ്രതിഫലം നേടിയ, മിണ്ടാതിരുന്ന് രക്ഷപ്പെട്ട ഒരുവൻ അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം പറഞ്ഞപ്പോൾ അവൻ നല്ലതാണ് പറഞ്ഞത്, വേണ്ടാത്തത് പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവൻ മിണ്ടാതിരുന്നു, അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സമത നജ, മൻ സമത നജ, മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷർറ് പറയാതെ മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, സംസാരിക്കൽ ഒരു എല്ലാ സംസാരവും നല്ലതല്ല, എല്ലാ മൗനവും നല്ലതല്ല. എല്ലാ സംസാരവും എന്തല്ല? നല്ലതല്ല. എല്ലാ മൗനവും നല്ലതാകുമോ? ഇല്ല. മൗനം എന്നത് മുത്ലഖൻ നിരുപാധികം ഒരു ഇബാദത്തല്ല, മറിച്ച് ഷർറിനെ കുറിച്ച് മിണ്ടാതിരിക്കുമ്പോഴാണ് അത് എന്താവുക? നല്ല കാര്യമാവുക. ഷർറിനെ കുറിച്ച് മിണ്ടാതിരിക്കുമ്പോഴാണ്, ഷർറ് പറയേണ്ടി വരുമ്പോൾ മൗനം പാലിക്കുക, അപ്പോഴാണത് നല്ല കാര്യമാവുക. അതല്ലാതെ എപ്പോഴും ഒരിക്കലും സംസാരിക്കാതിരിക്കുക, മൗനവ്രതം പാലിക്കുക എന്നത് ബിദ്അത്താണ്. അത് ബിദ്അത്താണ്, അത് പാടില്ല. ഏത് സമയത്തും മൗനം പാലിച്ച് അത് ഇബാദത്തായി കാണുക എന്നത് പാടില്ല. മറിച്ച് നീ സംസാരം കുറക്കുക എന്ന അർത്ഥത്തിൽ മൗനം പാലിക്കുകയും മോശമായത് പറയേണ്ടി വരുമ്പോൾ മൗനം പാലിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നല്ല കാര്യമാവുക. അതുപോലെ തെറ്റായ മൗനമാണ് തിന്മകൾ നടക്കുമ്പോൾ മൗനം പാലിക്കുക എന്നത്. ശിർക്ക്, ബിദ്അത്ത്, അതുപോലുള്ള അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ, നമ്മൾ എതിർക്കേണ്ട കാര്യങ്ങൾ, അതേക്കുറിച്ച് മൗനം പാലിച്ച് സുരക്ഷിതനാകാം എന്നൊരാൾ കരുതിയാൽ ഇത് തെറ്റായ മൗനമാണ്. മൗനം പാടില്ല, മറിച്ച് അതിനെതിരിൽ സംസാരിക്കണം. അള്ളാഹുവിൻ്റെ നബിമാർ നിരന്തരം നന്മയ്ക്ക് വേണ്ടി സംസാരിച്ചവരാണ്, അവർ മിണ്ടാതിരുന്നിട്ടില്ല നന്മയുടെ കാര്യത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറഞ്ഞു, ഖും ഫഅൻദിർ, നബി എഴുന്നേറ്റ് നിൽക്കൂ, താക്കീത് നൽകൂ എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിൽപ്പ് നിന്നതാണ് 23 വർഷം. അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട്, നന്മയിലേക്ക് വിളിച്ചുകൊണ്ട്, തിന്മയ്ക്കെതിരിൽ താക്കീത് നൽകിക്കൊണ്ട് പറഞ്ഞു വന്നത് ഖൈർ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതിനുവേണ്ടി ആദ്യം ചിന്തിക്കണം. ഇതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത്, ബുദ്ധിയുള്ളവൻ്റെ നാവ് അവൻ്റെ കൽബിൻ്റെ മുന്നിലാണ്, അവൻ്റെ കൽബാണ് മുന്നിൽ, ക്ഷമിക്കണം, ബുദ്ധിയില്ലാത്തവൻ്റെ നാവാണ് മുന്നിൽ. അവൻ പറഞ്ഞതിന് ശേഷം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവൻ ചിന്തിച്ചതിന് ശേഷം മാത്രമേ പറയുകയുള്ളൂ.
ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുൻഗാമികളിൽ ചിലർ അദ്ദേഹം ഒരു നല്ലതല്ലാത്ത വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഞാൻ വർഷങ്ങളായി എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് പിടിച്ചിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടല്ലാതൊരു വാക്ക് ഇതിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, പക്ഷെ ഇപ്പോൾ എൻ്റെ കൈ അത് വിട്ടുപോയി എന്ന് പറയാൻ അവർ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ചെന്നു. അബൂബക്കർ സിദ്ദീഖ് തൻ്റെ നാവ് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചിരിക്കുകയാണ്, നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു. ഉമർ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഇത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദല്ലദീ ഔറദനിൽ മവാരിദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാടി പറയുന്നത് ചിന്തിച്ചു നോക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നാവ് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദല്ലദീ ഔറദനിൽ മവാരിദ്. ഇതാണ് എല്ലാ അപകടവും എനിക്ക് വരുത്തി വെച്ചത്, ഇതാണ് എനിക്ക് എല്ലാ അപകടവും വരുത്തി വെച്ചത്. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞപ്പോൾ മുആദ് ചോദിച്ചു, ഫഹൽ യുആഖദുൻ നാസു, ജനങ്ങൾ അവരുടെ സംസാരത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമോ എന്ന് ചോദിച്ചു. ഫഹൽ നുആഖദ് ബിമാ നഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹൽ യകുബ്ബുൻ നാസ അലാ ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മുആദ്, ജനങ്ങളെ മൂക്കുകുത്തി അല്ലെങ്കിൽ മുഖം കുത്തി നരകത്തിൽ വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്തതല്ലാതെ മറ്റെന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ചില മുൻഗാമികൾ പറഞ്ഞു, സൽ സ്വഭാവം അത് 10 തിരിച്ചാൽ അതിൽ ബഹുഭൂരിഭാഗവും നാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ബാക്കിയുള്ളതെല്ലാം ചെറിയൊരു ശതമാനം മാത്രമേ വരികയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസ്ബഹ ഇബ്നു ആദം ഫഇന്നൽ അഅളാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ. ഒരു മനുഷ്യന് നേരം വെളുത്താൽ അവൻ്റെ അവയവങ്ങളെല്ലാം നാവിനോട് പറയും, ബാക്കി അവയവങ്ങളൊക്കെ നാവിനോട് കേണു പറയും. തുകഫിറുൽ ലിസാൻ എന്നാൽ കേണു പറയും എന്നാണ്, അപേക്ഷിക്കും, കെഞ്ചും. എന്താണ് അവർ പറയുക? ബാക്കി അവയവങ്ങൾ നാവിനോട് പറയും, ഇത്തഖില്ലാഹ ഫീന, അള്ളാഹുവിനെ ഞങ്ങളുടെ കാര്യത്തിൽ നീ സൂക്ഷിക്കണേ. ഫഇന്നമാ നഹ്നു ബിക്, ഞങ്ങളൊക്കെ നിന്റെ പിന്നാലെയാണ്. ഇദസ്തഖംത ഇസ്തഖംന, നീ നേരെയാൽ ഞങ്ങൾ നേരെയാവും. വഇദ അഅവജജ്ത ഇഅവജജ്ന, നീ വളഞ്ഞാൽ ഞങ്ങളും വളയും. ബാക്കി അവയവങ്ങൾ നാവിനോട് പറയുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. അവരുടെ സംഭാഷണങ്ങളിൽ, ബഹുഭൂരിഭാഗം സംഭാഷണങ്ങളിലും ഒരു ഖൈറുമില്ല, ഒരു നന്മ കൽപ്പിച്ച അല്ലെങ്കിൽ ഒരു ദാനധർമ്മം നടത്താൻ കൽപ്പിച്ച അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി സംസാരിച്ച ആളുകളുടെ സംസാരത്തിലൊഴികെ ജനങ്ങളുടെ അധിക സ്വകാര്യ സംഭാഷണങ്ങളിലും ഖൈറില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഖൽബും നാവും ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഷർറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കാവൽ തേടി. നബി ചെയ്ത ഒരു ദുആയിൽ നമുക്ക് കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ മിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനി. അല്ലാഹു എൻ്റെ കാതിൻ്റെ, കണ്ണിൻ്റെ, ഖൽബിൻ്റെ, നാവിൻ്റെ, ലൈംഗികാവയവത്തിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. നോക്കൂ, നമ്മൾ ഭൗതികമായി നോക്കിയാൽ പോലും ഒരാളെ നമ്മൾ വിലയിരുത്തുക, അയാളെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക എപ്പോഴാണ്? അയാൾ സംസാരിച്ചാലാണ്. 3 കവികൾ പണ്ട് കാലത്ത് ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് അവർ കവിതകൾ പാടി. ഏറ്റവും നല്ലത് ആരുടേതാണെന്ന് അവർ നോക്കി. അല്ല അവർ ഉഷന്നി എന്നറിയപ്പെടുന്ന ഒരാളുടേതായിരുന്നു അവരേറ്റവും മികച്ചതായി കണ്ടത്. ആ 2 വരികൾ ഇങ്ങനെയാണ്: ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു വമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി വകായിനിൻ തറാ മിൻ സാകിതിൻ ലക മുഅജബു സിയാദതുഹു ഔ നഖ്സുഹു ഫി തകല്ലുമി. ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു. ഒരു മനുഷ്യൻ എന്നാൽ പകുതി അവൻ്റെ കൽബും പകുതി അവൻ്റെ നാവുമാണ്. മനുഷ്യൻ എന്നാൽ പകുതി ഹൃദയവും പകുതി നാവും. വമാ ബഖിയ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി.
ബാക്കി വരുന്നത് കേവലം മാംസവും രക്തവുമാണ്. നീ ഒരാൾ ആദ്യം കാണുകയാണ്, ഒന്നും സംസാരിച്ചിട്ടില്ല, അപ്പോൾ നിനക്ക് അയാളോട് ഒരു അജബ് തോന്നും. ഇയാൾ എന്താണ് ഏതാണ് ഒന്നും അറിയില്ലല്ലോ. ചിലപ്പോൾ അയാളെ കുറിച്ച് നമുക്കൊരു മതിപ്പ് തോന്നും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സിയാദത്തുഹു ഔ നഖ്സുഹു ഫി തകല്ലുമി, ഈ കണ്ട കാഴ്ചയിൽ തോന്നിയ മതിപ്പ് കൂടുന്നതും കുറയുന്നതും പിന്നെ എന്തനുസരിച്ചിട്ടായിരിക്കും? അയാളുടെ വാക്ക് സംസാരിച്ചതനുസരിച്ചായിരിക്കും. എത്ര സത്യമാണ് കാര്യം, എത്ര വ്യക്തമാണ് കാര്യം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ നല്ലത് മാത്രം പറയുന്ന, അതല്ലാത്തതിൽ മിണ്ടാതിരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. രണ്ടാമത്തെ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഇമാം തിർമിദിയുടെ ജാമിഅലും മറ്റും വന്നിട്ടുള്ള ഹദീസാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നല്ലതാണ് എന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അഥവാ അവൻ്റെ ഇസ്ലാം നിഫാഖ് കലർന്ന, കാപട്യം കലർന്ന ഇസ്ലാം അല്ല, നേരായ ഇസ്ലാമാണ് എന്നതിൻ്റെ അടയാളമാണ്. ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ് തർക്കുഹു, അവൻ ഉപേക്ഷിക്കുക എന്നത്, മാ ലാ യഅനി, അവന് ആവശ്യമില്ലാത്തത്. അവൻ ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അള്ളാഹു നിർബന്ധമാക്കിയ വാജിബുകൾ, അള്ളാഹു സുന്നത്താക്കിയ കാര്യം, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നാൽ ദുനിയാവിൽ ഒരാൾക്ക് പ്രയോജനമില്ലാത്തത് ഉപേക്ഷിക്കുക എന്നത് ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ്. നമുക്ക് യാതൊരു കാര്യവുമില്ല ഒരാളുടെ കുടുംബജീവിതം എന്താണ് എന്നറിഞ്ഞിട്ട്, മറ്റൊരാൾക്ക് എത്ര ശമ്പളം കിട്ടുന്നു എന്നറിഞ്ഞിട്ട്, വേറൊരാൾ എവിടെ പോകുന്നു, എവിടുന്ന് വരുന്നു എന്നറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച്, ചില ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളുണ്ടോ, നീ അതിൽ നിന്ന് മാറി നിൽക്കുക. അനാവശ്യമായ സംസാരവും അനാവശ്യമായ നോട്ടവും അനാവശ്യമായ ഏത് പോക്കും വരവും ഇതിൽ ഉൾപ്പെടും. ഇത് വളരെ വളരെ ഒരാൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ശൈത്താൻ ഒരു മനുഷ്യനെ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതിന് സാധിച്ചില്ല എങ്കിൽ ബിദഅത്തിലേക്ക്, അതിന് സാധിച്ചില്ല എങ്കിൽ വൻ പാപങ്ങളിലേക്ക്, അതിന് സാധിച്ചില്ല എങ്കിൽ ചെറിയ പാപങ്ങളിലേക്ക്, അതിന് സാധിച്ചില്ല എങ്കിൽ ഹലാലായ കാര്യങ്ങൾ തന്നെ അമിതമാക്കുക എന്നതിലേക്ക് ഒരാളെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. നമുക്കെല്ലാവർക്കും അറിയാം, അമിതമായി ഭക്ഷണം കഴിക്കുക എന്നത് മോശമാണ്. എന്നതുപോലെ തന്നെയാണ് ദുനിയാവിൻ്റെ കാര്യങ്ങളിലെ എല്ലാ അമിതവും, അമിതമായ സംസാരവും അമിതമായ ഹുൽത്ത അഥവാ ആളുകളുമായുള്ള കൂടിക്കലരൽ മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് കഴിയില്ല. അള്ളാഹു അങ്ങനെയല്ല നമ്മളെ പഠിച്ചത്, നമുക്ക് കൂട്ട് വേണം. പക്ഷെ എപ്പോഴും ഒരാൾ ഇങ്ങനെ കമ്പനി അടിച്ചിട്ട് മാത്രമാണ് അവൻ ജീവിക്കുന്നത്. ഒറ്റക്ക് റബ്ബുമായിരിക്കുക എന്നൊരു നേരം അവനില്ല. ശരിയല്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭക്ഷണം അത് നിയന്ത്രിക്കുന്ന ഇബാദത്താണ് ഏത്? നോമ്പ്. ഇതുപോലെ ജനങ്ങളുമായുള്ള കൂടിക്കലരൽ നിയന്ത്രിക്കുന്ന ഇബാദത്ത് ഇസ്ലാമിലുണ്ട്. ആര് പറയും? എഅ്തികാഫ്. എഅ്തികാഫിന്റെ കാമ്പ് എന്താണ്? നീ റബ്ബുമായി ഒറ്റയ്ക്കിരിക്കുക എന്നതാണ്. അല്ല, എപ്പോഴും ഒരാൾ ഒറ്റപ്പെട്ട് മാത്രം ഈ ഒരു മനുഷ്യനായിട്ട് യാതൊരു അടുപ്പവുമില്ല, അത് ഇസ്ലാം പറഞ്ഞ കാര്യമല്ല. പക്ഷെ എപ്പോഴും ഒരാൾ അവൻ ഈ ജനങ്ങളുമായുള്ള കമ്പനികളിലും കളിചിരികളിലും മാത്രം, വളരെ മോശമായ കാര്യമാണ്. മറിച്ച് അവന് റബ്ബുമായി ഒറ്റക്കാകുന്ന, തന്നെക്കുറിച്ച് മുഹാസബത്ത് നടത്തുന്ന, അവനവനെ കുറിച്ച് ആലോചിക്കുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു നേരമുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അത് നീ ജനങ്ങളുമായുള്ള കൂടിക്കലറൽ അത് ആവശ്യമുള്ള, നിനക്ക് മനസ്സിനൊരു സന്തോഷം പകരുന്ന ഒരു നേരം അതിനായി മാറ്റിവെച്ചോളൂ. നല്ല കാര്യമാണ്, കുഴപ്പമില്ല. പ്രിയമുള്ള ആളുകളുമായി ഇരിക്കുക എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധം കഴിഞ്ഞ് വിജയിച്ച് ഖൈബറിൽ നിൽക്കവെയാണ് മഹാനായ സഹാബി ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്സീനയിൽ നിന്ന് വരുന്നത്. ജഅഫർ വർഷങ്ങൾക്ക് മുൻപ് ഹബശയിലേക്ക്, അബ്സീനയിലേക്ക്, ഇന്നത്തെ എത്യോപ്യയിലേക്ക് ഹിജറ പോയതാണ്. നബിയുടെ പിതൃ സഹോദരൻ അബൂ താലിബിൻ്റെ മകൻ അലിയുടെ സഹോദരനാണ് ആര്? ജഅഫർ ബിൻ അബി താലിബ്. നബിക്ക് വളരെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുവാണ്. ജഅഫർ അതാ വരികയാണ് ഖൈബർ ജയിച്ച സമയത്ത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫറിനെ പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാ അദ്രി ബിഅയ്യിഹിമാ അന ഉസർ ബിഖുദൂമി ജഅഫർ അം ബിഫത്ഹി ഖൈബർ. അല്ലാഹുവാണ്, എനിക്കറിയില്ല ഏതിലാണ് ഞാൻ സന്തോഷിക്കേണ്ടത് എന്ന്, ഖൈബർ ജയിച്ചതിലോ ജഅഫർ വന്നതിലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട സഹാബിയാണ്. അങ്ങനെ പ്രിയമുള്ള ഒരാൾ വരുമ്പോൾ, അവരെ കാണുമ്പോൾ സന്തോഷം തോന്നുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൾ ഫാത്തിമ കയറി വരുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് പോയി കൈപിടിച്ച് മർഹബൻ ബിബ്നതി ഫാത്തിമ എന്ന് പറയാറുണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് സന്തോഷിക്കുമായിരുന്നു നബിയുടെ പ്രിയമുള്ള ആളുകളുമായി കൂടിയിരിക്കുന്നതിൽ. പക്ഷേ സഹോദരങ്ങളെ, അത് മാത്രമാവുക എന്നത് മോശമായ കാര്യമാണ്. ഇതിലെല്ലാം ഒരു നിയന്ത്രണം വേണ്ടതാണ്. നോട്ടം നോക്കൂ, ഹറാമായ നോട്ടം നോക്കരുതെന്ന് നമുക്കറിയാം. പക്ഷെ അനാവശ്യമായ നോട്ടമുണ്ട്, അത് പാടില്ല. അനാവശ്യമായ നോട്ടം, ഒരാൾക്ക് അവൻ്റെ വാഹനം എന്താണ്, അവൻ്റെ കയ്യിലുള്ളത് എന്താണ്, അവൻ്റെ വീട് എങ്ങനെയാണ്, ഇതിങ്ങനെ നോക്കി നോക്കി നിന്നാൽ അള്ളാഹു നമുക്ക് നൽകിയതിനെ കുറിച്ച് അത് ചെറുതായി തോന്നിയേക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഒരു ദീൻ പഠിക്കുന്ന കാര്യത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വിജ്ഞാനമുണ്ട്, അതാദ്യം പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നമ്മെ ഒരു നിലക്കും ബാധിക്കാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോകരുത്. അത് പോയാൽ അവൻ പഠിക്കേണ്ടത് പഠിക്കാൻ അവന് നേരമുണ്ടാവുകയില്ല. പ്രത്യേകിച്ച് ആയുസ് നമുക്ക് വളരെ കുറവാണ്, സമയത്തിൽ ബറക്കത്ത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇക്കാലത്ത് അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തരും അവന് ആവശ്യമുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അവനവൻ ആവശ്യമുള്ളതിൽ നോക്കി അനാവശ്യമായതിൽ ആളുകൾ ഇടപെടാതിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ എത്രയോ പ്രശ്നങ്ങൾ അവസാനിച്ചേനെ. വിവരമില്ലാത്തവർ മിണ്ടാതിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ എത്രയോ ഫിത്നകൾ ഇല്ലാതായാൻ. അവനവൻ അറിയാത്തത്, അവനവൻ ആവശ്യമില്ലാത്തത്, അവനവൻ യാതൊരു കാര്യവുമില്ലാത്തതിൽ പ്രിയമുള്ളവരെ ഇടപെടാൻ നിൽക്കരുത്, അതിലിടപെടരുത്. നോക്കൂ, നിങ്ങൾ വലിയ പണ്ഡിതന്മാർ അവരോട് തന്നെ ചില മസാലകൾ അവർ ഇടപെടേണ്ടതില്ലാത്ത, അവിടെ ഇസ്ലാമിക കോടതികളുണ്ടാവും, ചിലപ്പോൾ ചില വിവാഹമോചനങ്ങൾ, ദാമ്പത്യബന്ധം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും അവർ പറയും, നിങ്ങൾ മഹ്കമയിൽ പോയി ചോദിക്കുക. അവിടെ ഖാദി മറുപടി വരും. കാരണം ഖാദി അതിനാണ് ഇരിക്കുന്നത്. ആൾക്കതിന് മറുപടി അറിയാഞ്ഞിട്ടല്ല, വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ആളുകൾക്കിടയിൽ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം ഒരാൾ നമ്മളോട് വന്ന് പറയുകയാണ്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ. ദീൻ പഠിക്കുന്നവരും മതവിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ ഒരുത്തം വന്നിട്ട് അവൻ്റെ ഭാര്യയുടെ കാര്യം പോലും ആയിരിക്കില്ല, അവൻ്റെ കൂട്ടുകാരൻ്റെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. അവൾ ഇങ്ങനെയാണ്. എന്താണ് അയാൾക്ക് കൊടുക്കാനുള്ള വിധി? ഇങ്ങനെയാണ് ചില ആളുകൾ ചോദിക്കുക. ഇവൻ കല്യാണം കൂടി കഴിച്ചിട്ടുണ്ടാവില്ല ചോദിക്കുന്നത്, വേറൊരാളുടെ കുടുംബബന്ധത്തെക്കുറിച്ച്. യാ സുബ്ഹാനല്ലാഹ്, നമ്മൾ കേട്ടിട്ടില്ല. ഈ പറയുന്നത് സത്യമാണോ? രണ്ടുപേർ തമ്മിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നമാണോ? രണ്ടാളുടെ വാദം കേൾക്കാൻ നമുക്കൊന്നും പറയാൻ സാധ്യമല്ല. കാരണം ഈ ആരോപണം ഉന്നയിച്ച ആൾ ആരെക്കുറിച്ചാണോ പറയുക, അയാളെ വിളിച്ചാൽ ചിലപ്പോൾ കഥ നേരെ തിരിച്ചിട്ടായിരിക്കും. എത്ര കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്, എത്ര ഇടങ്ങളിൽ. വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് അവരുടെ വിവാഹം നടത്തി കൊടുത്തവരും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും അവരുടെ മഹല്ലും ഇതൊക്കെ ഉണ്ടാവും ഇടപെടാൻ. നമ്മൾ വെറുതെ അനാവശ്യമായി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പണ്ഡിതന്മാർ മതവിധി കൊടുക്കാൻ പോലും മടിച്ചു നിൽക്കുന്ന കാര്യം. ചില പണ്ഡിതന്മാർ അവരുടെ ജീവചരിത്രത്തിൽ എഴുതപ്പെട്ടത് കാണാം, തലാഖിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഫത്വ കൊടുക്കാറില്ല. ജീവചരിത്രത്തിൽ എഴുതപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, തലാഖിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഫത്വ പറയുകയില്ല. കാരണം അത് അപകടം പിടിച്ച കാര്യമാണ്. ഒരാൾ വന്ന് പറയുന്നത് ചിലപ്പോൾ നേരെ എതിരായിരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇക്കാലത്ത് കള്ളവാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്ന ഇക്കാലത്ത് ചിലപ്പോൾ നിനക്ക് 100 മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും, പക്ഷെ 100 ആൾക്ക് കിട്ടിയത് ഒരൊറ്റ സോഴ്സ് എന്നായിരിക്കും, ഒന്നായിരിക്കും, ഒരു കള്ളം പടച്ചു വിട്ടതായിരിക്കും ഈ 100 ആൾക്കും കിട്ടിയത്. ആ 100 ആൾ നിനക്ക് ഇത് അയച്ചാൽ നീ വിചാരിക്കും ഇത്രയും ആളുകൾ പറഞ്ഞില്ലേ ഇത് സത്യമാണ് എന്ന്. കളവായിരിക്കും, പച്ച കളവായിരിക്കും. വൈദാ ജാഅഹും അംറുൻ മിനൽ അംനി ഔൽ ഖൗഫി അദാഉ ബിഹി. അല്ലാഹു പറഞ്ഞു, അവർക്ക് ഏത് വിവരം, അത് നിർഭയത്വത്തിൻ്റെതോ
അല്ലെങ്കിൽ ഭയപ്പാടിൻ്റെതോ ആയാലും അവരത് അത് പ്രചരിപ്പിക്കുകയായി. വലൗ റദ്ദൂഹു ഇല റസൂലി വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. അവരത് അള്ളാഹുവിൻ്റെ റസൂലിലേക്കും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകളിലേക്ക്, ഭരണാധികാരികളിലേക്ക്, പണ്ഡിതന്മാരിലേക്ക് മടക്കിയിരുന്നെങ്കിൽ അത് വേർതിരിച്ചെടുക്കേണ്ട ആളുകൾ അതിൻ്റെ സത്യാസത്യം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തേനെ. വളരെ വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിച്ച ഇമാം ബുഖാരിയുടെ സഹീഹിലുള്ള ഹദീസാണ്. വളരെ ചെറിയ ഹദീസാണ്. ഈ 4 ഹദീസുകൾ പ്രിയ സഹോദരങ്ങളെ ഹിഫ്ളാക്കാൻ, മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് അത് നമുക്കതിൻ്റെ ടെക്സ്റ്റ് പിന്നീട് നൽകാവുന്നതാണ്. പഠിക്കുക, ഹിഫ്ളാക്കുക എന്നത് നമുക്കത് അമലാക്കാൻ കൂടുതൽ സഹായിക്കുന്ന കാര്യമാണ്. കാരണം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതാണല്ലോ എന്ന ഓർമ്മ നമുക്ക് ഉണ്ടാകും. അള്ളാഹു എന്നെ നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഗ്ളബ്. ഇതാണ് മൂന്നാമത്തെ ഹദീസ്. ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഒരാൾ നബിയോട് ഉപദേശം ചോദിച്ചു വന്നതാണ്. ഔസിനി, നബി എനിക്ക് ഉപദേശം തന്നാലും വസിയത്ത് നൽകിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും ചോദിച്ചു, നബി വീണ്ടും അത് തന്നെ പറഞ്ഞു. ആവർത്തിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ പറഞ്ഞു. നബി ഇങ്ങനെ ചോദിച്ചു വരുന്നവരോട് വ്യത്യസ്ത മറുപടികൾ പറയുന്നത് നമുക്ക് ഹദീസുകളിൽ കാണാം. പണ്ഡിതന്മാർ പറയുന്നത് ചോദിച്ചു വരുന്നവരുടെ അവസ്ഥ കൂടി പരിഗണിച്ചിട്ടാണ് നബിയുടെ മറുപടി മാറുന്നത്. കാരണം ചില ആളുകൾക്ക് അതിൽ ഉപദേശം കൂടുതൽ വേണ്ടി വരും. സുബ്ഹാനല്ലാഹ്, പെട്ടെന്നുള്ള കോപം നമ്മെ കൊണ്ട് പലതും ചെയ്യിക്കും. പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന പലതും. കോപം കൽപ്പിക്കും, വിലക്കും. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാമിന് അവർ പശുക്കുട്ടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. തൗറാത്തിന്റെ പലകകൾ വലിച്ചെറിഞ്ഞു. അള്ളാഹു അതേക്കുറിച്ച് പറഞ്ഞു, വലമ്മ സകത അൻ മൂസൽ ഗളബ് അഖദൽ അൽവാഹ്. ഗളബ് മിണ്ടാതിരുന്നപ്പോൾ മൂസ ആ പലകങ്ങളൊക്കെ അലൈഹിസ്സലാം എടുത്തു പിടിച്ചു. സകതൽ ഗളബ് എന്നാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു കോപം മിണ്ടാതിരുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതിനർത്ഥം കോപം പലതും കൽപ്പിക്കും. അത് ചെയ്യ്, ഇത് പറയും എന്ന് പറയും, പലതും പറഞ്ഞു പോകും. അവസാനം അത് അടങ്ങിയാൽ നമ്മൾ ഖേദിക്കും. പലതും ചെയ്തു പോകും, അടങ്ങിയാൽ ഖേദിക്കും. പക്ഷെ ചിലപ്പോൾ പറഞ്ഞത് തിരിച്ചെടുക്കാനോ ചെയ്തത് തിരുത്താനോ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചാൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഇരിക്കുകയാണെങ്കിൽ കിടക്കാൻ. അതായത് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്തെങ്കിലും ചെയ്തു പോകുന്ന എന്തെങ്കിലും അവസ്ഥയുണ്ടോ വേഗം അത് മാറ്റാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ കിടന്നിട്ടും മാറുന്നില്ല, എവിടെയെങ്കിലും മുറുക്കി പിടിച്ചേക്കുക. അതുപോലെ എന്തെങ്കിലും ചെയ്തേക്കാൻ ഇടയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടുന്ന് മാറി നിന്നേക്ക്, വേറെ അവിടത്തേക്കെങ്കിലും പോയേക്ക്. എന്തെങ്കിലും ഞാൻ ദേഷ്യത്തിൽ ചെയ്തു പോകും എന്ന് തോന്നി ആ നേരത്തേക്ക് മാറി നിൽക്കുക. ഇതൊക്കെ അതിൻ്റെ മോശം ഫലങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്. ചില ആളുകൾക്ക് അവരുടെ പ്രകൃതിയാ തന്നെ വളരെ പതുക്കെ ദേഷ്യം പിടിക്കുന്ന ആളുകളായിരിക്കും. വളരെ അപൂർവമായി മാത്രം കോപിക്കുന്ന ആളുകൾ. അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, അവൻ്റെ ഫദ്ലാണ്. അങ്ങനെ ലഭിച്ച ആ സ്വഭാവം ലഭിച്ച ആളുകൾ അള്ളാഹുവിനെ സ്തുതിക്കുക, അതിലുറച്ചു നിൽക്കുക. ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും, വളരെ പെട്ടെന്ന് കോപം വരും. അവർ അത് തിരുത്താൻ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുകയും അതിനുവേണ്ടി എന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നവൽ ഹിൽമു ബിത്തഹല്ലും. സഹനം എന്നത് സഹിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. കോപം വരുന്ന കാര്യമുണ്ടായാൽ സഹിച്ച്, പിന്നെ അതിനേക്കാളും കടുത്തു വന്നാൽ പിന്നെയും പിടിച്ച് അങ്ങനെ അത് മാറ്റാൻ സാധിക്കും. അങ്ങനെയേ അത് മാറ്റാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വ ഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറിവ് പഠിച്ചു മാത്രം കിട്ടുന്നതാണ്, സഹനം സഹിച്ചു മാത്രം കിട്ടുന്നതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. കാരണം ഗളബ് എന്നതാണ് എത്രയോ കൊലപാതകികളാക്കിയത്. മനസ്സിലായില്ലേ? എത്രയോ അക്രമികളാക്കിയത് ഒരു നിമിഷത്തെ കോപമായിരിക്കും. അത് പിശാചിൽ നിന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേർ തല്ലുകൂടുന്നത് കണ്ടു. ഒരാൾ എങ്ങനെ ദേഷ്യം പിടിച്ച് അവൻ്റെ കഴുത്തിൽ ഞരമ്പൊക്കെ തുടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് പറഞ്ഞു, ഇന്നി ലഅലമു കലിമ, എനിക്കൊരു വാക്കറിയാം, ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദ്. അവനത് പറഞ്ഞിരുന്നുവെങ്കിൽ ആ ദേഷ്യം അവനിൽ നിന്ന് വിട്ടുപോയേനെ. എന്താണ് വാക്ക്? ഈ സദസ്സിൽ അതറിയാത്ത ഒരാളുണ്ടാവില്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന വാക്കാണ്.
ഒരാൾ ഇത് ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കണം ദേഷ്യത്തിൻ്റെ കടുപ്പം എന്ന് പറയുന്നത്. ഒരാൾ ഇത് ചെന്ന് ആ വഴക്കൂടുന്ന ആളോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അപ്പോൾ ചോദിക്കുകയാണ്, ആ ബിജുനു എനിക്കത് ഭ്രാന്തുണ്ടോ? അത് പറയുന്നില്ല, മറിച്ച് ആളോട് തിരിച്ചു ചോദിക്കുകയാണ്, ആ ബിജുനു. ചില പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം നേരെ ചെന്ന് അയാളോട് ഇത് പറഞ്ഞു കൊടുക്കാതിരുന്നു. നബി അയാളോട് പോയി പറഞ്ഞില്ലല്ലോ, മറിച്ച് നബി ദൂരെ എന്ന് പറയുകയാണ്, എനിക്കൊരു വാക്കറിയാം, അവനത് പറഞ്ഞാൽ അവൻ്റെ കോപം നീങ്ങും. കാരണം അയാൾ കോപത്തിൽ ഈ മറുപടി എങ്ങാനും നബിയോട് നേരിട്ടായിരുന്നു പറഞ്ഞതെങ്കിൽ അയാളുടെ അവസ്ഥ വളരെ മോശമായി തീർന്നേനെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ അയാളുടെ ബാക്കി ദീൻ അതോടെ പോയേനെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നില്ല, ദൂരെ എന്ന് പറഞ്ഞു. ആളുകളെ ഈമാനിൽ എങ്ങനെയെങ്കിലും ഉറപ്പിച്ചു നിർത്താൻ, ഏതു വഴിക്കെങ്കിലും അവരെ കുഫറിൽ നിന്ന് ദലാലത്തിൽ നിന്ന് തടയാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു. എങ്ങനെയെങ്കിലും, മനസ്സിലായില്ലേ? ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഒരാൾ ഇസ്ലാം എന്ന് പോകുന്നത് കണ്ടാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാരിക്കോരി കൊടുക്കുമായിരുന്നു. എന്നിട്ട് നബി പറയും, എനിക്ക് ചിലരെ അറിയാം, അവരെനിക്കിഷ്ടമാണ്, പക്ഷെ അവർക്കല്ല ഞാൻ കൂടുതൽ കൊടുക്കുക, മറ്റുള്ളവർക്കാണ്. കാരണം ഇവ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ ദീനിൽ ഉറച്ചു നിൽക്കും. മറ്റേയാൾ അങ്ങനെ ശക്തമായ ഈമാനില്ലാത്ത ആളാണ്, അപ്പോൾ കൊടുത്ത് ഉറപ്പിച്ചതിൽ നിർത്തുക. പിന്നെ അവന് എല്ലാ സമ്പത്തിനേക്കാളും വലുത് ഈമാനായിത്തീരും പിന്നീട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവൻ പോവുകയില്ല. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ വന്ന കാര്യമാണ്. ഹദീസിനെ കുറിച്ച് ചിലർ സനദിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നല്ല കാര്യമാണെന്നതിന് സംശയമില്ല. കോപം വന്നാൽ എന്തു ചെയ്യുക? വുദൂ ചെയ്യുക. കാരണം കോപം പിശാചിൽ നിന്നാണ്, അവൻ തീ കൊണ്ട് പടക്കപ്പെട്ടതാണ്. അത് കെടുത്താൻ വുദൂ ചെയ്യുക, വുദൂ കൊണ്ട് അതിനെ തണുപ്പിക്കുക, അല്ലാഹുവിനെ സ്മരിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയും. മറ്റെന്തെങ്കിലും ചിന്തിച്ചേക്ക്, മറ്റെന്തെങ്കിലും ആലോചിച്ചേക്കുക. ഇതെല്ലാം ഒരാൾക്ക് കോപം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ മുഅ്മിനീങ്ങളുടെ സൽ സ്വഭാവമായി പറഞ്ഞത് കാണാം, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. വൽ കാളിമീനൽ ഗൈള, കോപം കടിച്ചു പിടിക്കുന്നവർ എന്ന്. കോപം വന്നേക്കും, പക്ഷെ അത് കടിച്ചു പിടിക്കുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി അള്ളാഹു എടുത്തു പറഞ്ഞതാണ്. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപത്തിൽ ചിരിച്ചിരുന്നു എന്നാണ്. നോക്കൂ, കഅബ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിന് പോകാതെ മടിച്ചിരുന്നു. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്ന സമയത്ത് അവരുടെ ഒഴിവുകഴിവുകൾ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ കഅബ് വരികയാണ്. കഅബിന് ഒഴികഴിവൊന്നും ഉണ്ടായിരുന്നില്ല. കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു. എങ്ങനത്തെ ചിരിയാണ്? മുഗ്ദബിൻ്റെ ചിരിയാണ് ചിരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കോപമുണ്ട്. കോപമുള്ളയാളുടെ ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചിരിച്ചു എന്ന് കഅബ് ഇബ്ൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, ഇത് ആണ് മൂന്നാമത്തെ ഹദീസ്. നാലാമത്തെ ഹദീസ് ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ റിവായത്ത് ചെയ്ത മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. ഹത്താ യുഹിബ്ബ ലിഅഖീഹി, തൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ അവൻ ഇഷ്ടപ്പെടുന്നത് വരേക്കും. മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നതെന്തോ അത്. നിനക്കൊരു ഖൈർ കിട്ടാൻ നിനക്കിഷ്ടമാണ് എങ്കിൽ നിൻ്റെ സഹോദരന് അത് കിട്ടുന്നതും നീ ഇഷ്ടപ്പെടണം. നിനക്കൊരു ഷർറ് കിട്ടുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിൻ്റെ സഹോദരന് ആ ഷർറുണ്ടാകാൻ നീ ആഗ്രഹിക്കാൻ പാടില്ല. ഇതിൽ ജനങ്ങൾ പല മർത്തബകളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതുപോലെ. ആളുകൾക്ക് ഖൈർ വരാനോ ആഗ്രഹിക്കില്ല, എന്നാൽ ഷർറ് വരാനോ ആഗ്രഹിക്കില്ല. അങ്ങനത്തെ ആളുകളുണ്ടാവും, മനസ്സിലായില്ലേ? അവന് കുറേ ഖൈർ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ഷർറുണ്ടാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ഖൈർ വരാൻ ആഗ്രഹിക്കുകയും അവരിൽ ഷർറ് വരുന്നത് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് പരിപൂർണത. അപ്പോഴാണ് നീ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അഥവാ ഈമാനിൻ്റെ പൂർത്തീകരണം അപ്പോഴാണ് ഉണ്ടാവുക. ഇതിൽ നേരെ വിപരീതമായ കാര്യമാണ്
ആളുകൾക്ക് നന്മ വരുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക, അവർക്ക് ഷർറ് വരുന്നത് ഇഷ്ടപ്പെടുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ശത്രുക്കളെക്കുറിച്ച്, കുഫാറുകളെ മുശ്രിക്കുകളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ഖൈർ ലഭിക്കുന്നത് അവർക്ക് പ്രയാസകരമാണ്, അവർക്ക് ഷർറ് വരുന്നത് അവർക്കേറെ താല്പര്യമാണ്. ഇത് ഏത് കാലത്തും, അത് ഏത് നിലക്ക് ഉള്ള ഖൈറാണ് എങ്കിലും നമുക്കത് ആളുകളുടെ സംസാരത്തിനും മറ്റും കാണാം. ചിലരത് തെളിച്ചു പറയും, ചിലരത് അവരുടെ വരികൾക്കിടയിലൂടെ പറയും. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, വിദ്വേഷം അവരുടെ നാവുകളിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവരുടെ ഉള്ളകങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് അതിനേക്കാൾ വലുതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. മുസ്ലിമീങ്ങൾക്ക് എവിടെയെങ്കിലും അധികാരമോ എന്തെങ്കിലും സ്ഥാനമാനമോ ഒന്നധികം കിട്ടുന്നത് കണ്ടാൽ എല്ലാ വിഷപ്പാമ്പുകളും പുറത്തേക്ക് വരുന്നത്, അവരുടെ ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് ചാടുന്നത് നമുക്ക് ഏത് കാലത്തും നമ്മൾ കാണുന്ന കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാന കാരണം അള്ളാഹു ഈ പറഞ്ഞതാണ്. അതായത് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നത് അവർക്ക് വെറുപ്പാണ്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് അവർക്ക് സന്തോഷമാണ്. അതാണ് അടിസ്ഥാന കാരണം. അതായത് അതിൻ്റെ അപ്പുറത്ത് വേറൊരു കാരണം അന്വേഷിച്ചിട്ട് കാര്യമില്ല. അടിസ്ഥാന കാരണം അത് ഈമാനിനോടും അതിൻ്റെ അഹ്ലുകാരോടുമുള്ള കുഫറിൻ്റെ വക്താക്കളുടെ വിരോധമാണ്. അത് യാഥാർത്ഥ്യമാണ്. മുഅ്മിനീങ്ങൾ അവർ മനസ്സിലാക്കുക, അവർ പരസ്പരം സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോകത്തിൻ്റെ ഏത് കോണിൽ മുസ്ലിമീങ്ങളുടെ ഒരു നാട്ടിൽ മഴ പെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ സന്തോഷിക്കും. എൻ്റെ കാലികൾ അവിടെ മേയുന്നില്ല എങ്കിലും, ആ നാട്ടിൽ എൻ്റെ കാലികൾ മേയുന്നില്ല, അവിടെ മഴ പെയ്ത് നല്ല മരങ്ങളൊക്കെ മുളച്ച്, എങ്കിലും ഞാൻ സന്തോഷിക്കും. അത് മുസ്ലിമീങ്ങളുടെ നാടാണ്. അതുപോലെ ഏതെങ്കിലും മുസ്ലിമീങ്ങളുടെ ഭരണാധികാരി നീതി പാലിക്കുന്നു എന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കും. എനിക്ക് അയാളോട് ഒരു നീതി തേടിപ്പോകാൻ, ഒരു കേസും കൊണ്ടുപോകാൻ ഇല്ല എങ്കിലും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. അത് ഈമാനിൻ്റെ താല്പര്യമാണ്. അതില്ല എങ്കിൽ ഈമാനില്ല. ഔസഖു ഉറൽ ഈമാനി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനിൻ്റെ ബലവത്തായ കയറുകളിൽപ്പെട്ടതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ നന്മക്ക് നീ എപ്പോഴും ആഗ്രഹിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നിനക്ക് നന്മ നൽകും. മറ്റുള്ളവരുടെ കുട്ടികൾ, അവരുടെ സ്ത്രീകൾ, അവരുടെ പെൺമക്കൾ, അവരുടെ നന്മ നീ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. നിനക്കും മക്കളും പെൺകുട്ടികളും അതുപോലെ ഭാര്യമാരും പെങ്ങന്മാരും കുടുംബവും ഒക്കെ ഉണ്ട്. എന്താണ് അള്ളാഹു പ്രതിഫലമായി നൽകുക? അള്ളാഹു നിന്റെ ആ കാര്യങ്ങൾ റബ്ബ് ഏറ്റെടുക്കുകയും അള്ളാഹു നിനക്ക് അതിലെല്ലാം ഖൈർ പകരം നൽകുകയും ചെയ്യും. മുസ്ലിമീങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാണ് അവർക്ക് വേണ്ടിയുള്ള ദുആ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അവരിൽ വിവരമില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവെ നീ അറിവും ഹിദായത്തും നൽകണേ എന്ന ദുആ, അതുപോലെ അവരിൽ പാപികൾക്ക് അള്ളാഹു നീ തൗബക്ക് അവസരം നൽകണേ എന്ന ദുആ, അവരിൽ നന്മയുള്ള ആളുകൾക്കും ദീനിൻ്റെ ആളുകൾക്കും ഖൈറും അറിവുമെല്ലാം വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന ദുആ. ഇതെല്ലാം ചെയ്യുക എന്നത് സഹോദര അതിലൊന്നുപോലും വെറുതെ ആവുകയില്ല. അതിൻ്റെ പ്രതിഫലം അള്ളാഹു അത് സ്വീകരിക്കുകയും നിനക്ക് അതുപോലുള്ളത് നൽകും എന്നതുമാണ്. അള്ളാഹു അത് സ്വീകരിക്കും, അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് അതുപോലെ നൽകുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 4 ഹദീസുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണ് അള്ളാഹുവിനും പരലോകത്തിനും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. രണ്ടാമത്തേത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവൻ്റെ ഇസ്ലാം നല്ലതാണ് എന്നതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ആവശ്യമില്ലാത്ത ഉപേക്ഷിക്കുന്നത്. മൂന്നാമത്തേത് ഈ ഹദീസ്, ലാ തഗ്ളബ്, കോപിക്കരുത്. നാലാമത്തേത് എന്താ പറഞ്ഞത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല സ്വന്തം കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നതെന്തോ അത് തൻ്റെ സഹോദരൻ്റെ കാര്യത്തിലും ഇഷ്ടപ്പെടുന്നത് വരെ. നിന്നെ ഒരാൾ ആക്രമിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ സഹോദരൻ നീ അവനോട് അക്രമം ചെയ്യരുത്. നിന്നൊരാൾ ചതിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നീ അവനെ ചതിക്കരുത്. നിന്റെ വീട്ടിൽ സ്ത്രീകളോട് കുട്ടികളോട് ഒരു അശ്ലീലം പ്രവർത്തിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല, നീ മറ്റുള്ളവരോട് നീ അത് ചെയ്യരുത്. ഖമാ തദീനു തുദാൻ, നീ എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെയാണ് നിനക്ക് പ്രതിഫലം നൽകപ്പെടുക. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, പ്രവർത്തനം എങ്ങനെയാണോ അതിനനുസരിച്ചാണ്
പ്രതിഫലം നൽകപ്പെടുക. അള്ളാഹു റബ്ബുൽ ആലമീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശങ്ങൾ മരണം വരെ ഏറ്റവും നന്നായി പാലിക്കുന്നവരിൽ എന്നെയും നിങ്ങളെയും അവൻ്റെ മഹത്തരമായ റഹ്മത്ത് കൊണ്ട് ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم وبارك وأنعم على نبينا محمد وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته.